ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല മാസം 30-ാം തീയതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുക ക്രിസ്ത്യാനികളുടെ സഹായമേ, മറിയം ക്രിസ്ത്യാനികളുടെ സഹായമേ, മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് പ്രേ ഫോർ അസ് എന്ന അപേക്ഷയെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ദൈവം കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഇത്രത്തോളം സഹായിച്ചിട്ടുള്ള വേറെ ആരും ഈ ലോകത്തിലില്ല. മനുഷ്യരായിരിക്കും നമുക്കെല്ലാവർക്കും എപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. കാരണം ജീവിതത്തിൽ പല വിധത്തിലുള്ള പല തരങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. ചില ആവശ്യങ്ങളിലൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഇത്രത്തോളം സഹായിച്ചിട്ടുള്ള വേറെ ആരെയും നമുക്ക് ലോകചരിത്രത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ദൈവപുത്രനും മകനുമായ യേശുക്രിസ്തുവിലേക്ക് ദൈവം മക്കളെ അടുപ്പിക്കുന്ന സ്നേഹനിധിയായ അമ്മയായി ഓരോ വിശ്വാസികളുടെ അരികിൽ പരിശുദ്ധ മറിയം നിൽക്കുന്നു. ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന ഈ വിശേഷണം വളരെ ശക്തവും മനോഹരവുമായിട്ടുള്ള വിശേഷണമാണ്. യേശുവിൻ്റെ അമ്മ പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും സമയങ്ങളിൽ വിശ്വാസികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാലാണ് മറിയം ക്രിസ്ത്യാനികളുടെ സഹായം എന്നറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 5-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് 1571 ലെപ്പാൻഡോ യുദ്ധം, ആ യുദ്ധസമയത്ത് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയം നേടിയത് പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയിലുള്ള ശക്തിയും പരിശുദ്ധ അമ്മയുടെ സഹായവുമാണെന്ന് മാർപ്പാപ്പ ഔദ്യോഗികമായി പ്രസ്താവിക്കുകയുണ്ടായി. അന്ന് മുതൽ മറിയം ക്രിസ്ത്യാനികളുടെ സഹായമെന്ന് പരക്കെ അറിയപ്പെടുവാൻ തുടങ്ങി. പിന്നീട് 1880-കളിൽ പിന്നീട് പിയൂസ് മാർപ്പാപ്പ, നെപ്പോളിയൻ തടവിലാക്കിയ പിയൂസ് ഏഴാമൻ മാർപ്പാപ്പ അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരിയേറെ പരിശുദ്ധ അമ്മയുടെ സഹായവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കാൻ കഴിഞ്ഞു. 1814 ജയിലിൽ നിന്ന് മോചിതനായ ശേഷം മാർപ്പാപ്പ ഈ കാര്യം വിശ്വാസികളെ അറിയിക്കുകയും ജയിലിലായിരുന്നപ്പോൾ ലഭിച്ച സഹായത്തിനും സ്നേഹത്തിനും നന്ദിയായിട്ട് മെയ് 24-ാം തീയതി മറിയം ക്രിസ്ത്യാനികളുടെ സഹായം എന്ന തിരുനാൾ ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു തിരുനാൾ സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ വ്യക്തിപരമായ പോരാട്ടങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, സംശയങ്ങളിൽ, രോഗാവസ്ഥകളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, നിരാശയിൽ മറിയത്തിൻ്റെ സഹായം അപേക്ഷിച്ചാൽ സഹായം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ജോൺ ബോസ്കോ വലിയ മരിയ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ അമ്മയോട് പരിശുദ്ധ മാതാവ് തന്നിൽ ആശ്രയിക്കുന്നവർക്കായി എല്ലാം ചെയ്തു കൊടുക്കുന്നു. പരിശുദ്ധ മാതാവ് തന്നിൽ ആശ്രയിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവമാണത്. വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന യുവക്കൾക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുള്ള ഒരു വിശുദ്ധനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് അദ്ദേഹത്തിന് അതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോസ്കോ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്, പരിശുദ്ധ മാതാവ് തന്നിൽ വിശ്വസിക്കുന്നവർക്കായി, തന്നിൽ ആശ്രയിക്കുന്നവർക്കായി എല്ലാം ചെയ്തു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, മറിയം ക്രിസ്ത്യാനികളുടെ സഹായം എന്നുള്ള വിശേഷണം വളരെ അന്വർത്ഥമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ, അതോടൊപ്പം പീഡനങ്ങൾ, ധാർമ്മിക തകർച്ചകൾ, വിശ്വാസ തകർച്ചകൾ, ഈ സമയങ്ങളിലെല്ലാം സഭ മറിയത്തിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹം ലഭിക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, മറിയം ക്രിസ്ത്യാനികളുടെ സഹായം എന്നുള്ള വിശേഷണം വളരെ അന്വർത്ഥമാണ്.
ഈ മറിയത്തിൻ്റെ സഹായം വിശുദ്ധ ഡോൺ ബോസ്കോയും അതുപോലെ മറ്റു വിശുദ്ധരൊക്കെ അവരുടെ അനുദിന ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സ്വീകരിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിവിധകരമായ ആവശ്യങ്ങളിൽ ഈ മറിയത്തിൽ നമ്മൾ അഭയം തേടിയാൽ, മറിയത്തിൽ ആശ്രയിച്ചാൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മറിയം തീർച്ചയായിട്ടും സഹായിക്കും. ഉറപ്പുള്ള കാര്യമാണ്. മറിയം ക്രിസ്ത്യാനികളുടെ സഹായമാണ്. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.